തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനുള്ളിൽ സത്യാഗ്രഹ സമരം നടത്തി നിക്ഷേപക. കീരിത്തോട് കളരിക്കൽ സരസ്വതി തങ്കപ്പനാണ് കഴിഞ്ഞ ദിവസം സമരം നടത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക 2023 മുതൽ തിരികെ ആവശ്യപ്പെട്ടിട്ടും ഇവർക്ക് ലഭിച്ചില്ല. 2 വർഷം കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് രോഗിയായ വീട്ടമ്മ ബാങ്കിലെത്തി പ്രതിഷേധിച്ചത്. രാവിലെ 10 മണിക്കെത്തി ഇവർക്ക് വൈകുന്നേരമായിട്ടും ബാങ്ക് അധികൃതർ പണം നൽകാത്തതിനെ തുടർന്ന് ബാങ്ക് അടയ്ക്കാൻ അനുവദിക്കാതെ ഇവർ അകത്തിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 5,12,000 രൂപയാണ് ഇവർക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത്. ബാങ്ക് അധികൃതരെ വിളിച്ചാൽ മറുപടി ലഭിക്കാതെ വന്നതിനാലാണ് പ്രതിഷേധിച്ചതെന്ന് സരസ്വതി തങ്കപ്പൻ പറഞ്ഞു. 2/5/2023 ഡെപ്പോസിറ്റ് ചെയ്തു. 2/5/2024 ആയിട്ടും പൈസ ഇവർ തിരിച്ചു തരുന്നില്ല. അതിൻ്റെ ശേഷം നമ്മളൊരു നടപടിയും കൊണ്ട് പോയിട്ട് അതിന് രജിസ്റ്റർ ഓഫീസിൽ ഇവർ പറഞ്ഞത് മാർച്ച് 30-നകം 2025 മാർച്ച് 30-നകമായിട്ട് പൈസ മൊത്തം ഇടപാടുകളും തീർത്ത് കൊടുത്താലാമെന്ന് ഇവർ പറഞ്ഞിരുന്നു. ഇവർ വിളിച്ചാൽ ഒരിക്കലും ഫോണും എടുക്കില്ല, ഇതിനൊരു ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. ഇപ്പം പൈസ ഉണ്ടാകുന്നില്ല, വരുന്ന പോലെ തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, എനിക്ക് ചികിത്സയ്ക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. ഇനി പൈസ കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ലോണുകൾ തിരിച്ചുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും സമാശ്വാസ നിധി വൈകുന്നതിനാലും ബാങ്കിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ സരസ്വതി തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളുടെ പ്രശ്നത്തിൽ അവർക്ക് മൊത്തം കൊടുക്കാനുണ്ടായിരുന്ന തുക 21,75,000 രൂപയായിരുന്നു. അതിനകത്തുനിന്ന് ഏതാണ്ട് 16 ലക്ഷം രൂപയോളം നിലവിൽ ഈ ബാങ്കിൽ നിന്നും അവർക്ക് കൊടുത്തു. ഇനി പോയിട്ട് 5,62,000 രൂപ മാത്രമാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ പൈസ 31-ാം തീയതി കൊടുക്കാമെന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. സഹകരണ മേഖലയിലുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പൈസ മൊത്തം കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചാണെങ്കിൽ ഇന്ന് വന്നപ്പോൾ 50,000 രൂപ കൊടുത്ത് തൽക്കാലം ഈ ദിവസം കൊടുക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ ബാക്കി പൈസയും കൊടുക്കാമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അവർ ഇന്ന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതിനാൽ ഞങ്ങൾക്ക് ലോൺ തുക തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം വരും ദിവസം അതുപോലെ തന്നെ ഞങ്ങളിതിനെ ARC നടപടികളിലും ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സേവനവും പ്രയോജനപ്പെടുത്തി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നും അറിയിക്കുന്നു. മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇവരെ ബാങ്കിൽ നിന്നും മാറ്റിയത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ 2 വർഷമായി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ അരങ്ങേറുന്നത്.